അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കല്യാണ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയ അവിടെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുത്ത വെള്ളം ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ ആ പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ താലമൊക്കെ പിടിച്ച് പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ പെണ്ണിൻ്റെ അച്ഛൻ. അപ്പം സമയം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഹൂർത്തത്തിനുള്ള സമയം അടുത്തിട്ടുണ്ടായിരുന്നേ. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും തന്നെ നല്ല സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ മണ്ഡപത്തിലേക്ക് എത്താനുള്ള തിരക്കാണ്. അപ്പം ഈ വരുന്നതാണ് പെണ്ണിൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ടൊരു 3-4 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് വേഗം തന്നെ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിലുള്ളത് ചെക്കൻ്റെ ഫാമിലിയും പെണ്ണിൻ്റെ ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ നമ്പൂതിരിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്പൂതിരി വന്ന് വേഗം താലിയൊക്കെ പൂജിച്ച് ചെക്കൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പൊന്നുവിൻ്റെ കല്യാണവും നടക്കാൻ പോവുകയാണേ. കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ ഫാമിലി പെണ്ണിൻ്റെ ഫാമിലിയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വക നല്ല ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചെക്കനും 2-3 സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊന്നുവിൻ്റെ ഒരു വെഡ്ഡിങ് ലുക്ക് കാണാം കേട്ടോ. അപ്പം വെഡ്ഡിങ് ലുക്കും തലേന്നത്തെ ലുക്കും ഒക്കെ മേക്കപ്പ് ചെയ്തത് നമ്മൾ ഏച്ചി തന്നെയാണ്. അപ്പം ഇതാണ് കേട്ടോ അവളൊരു വെഡ്ഡിങ് സാരിയിലുള്ളൊരു ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വെഡ്ഡിങ് സാരി എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടൻ ഋതുട്ടൻ്റെ കൂടെ തന്നെയാണ് നടത്തം. ആൺകുട്ടികൾ തന്നെ വേണമെന്ന് പറയുന്നത് വെറുതെ ഇല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കാശിക്കുട്ടന് ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ മാമന്മാരെ മക്കളാണ്. അപ്പോൾ നമ്മൾ ലച്ചൂട്ടിയും പാറൂട്ടിയും ഒരുപോലത്തെ ഡ്രസ്സായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാനും ഏച്ചിയും ഒരുപോലത്തെ സാരിയാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ മേലേക്ക് പോയിട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ മാമന്മാരെ മക്കളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും താഴെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് എല്ലാവരും മേലെ പോയിരുന്നു കേട്ടോ. കുറച്ച് നേരം മക്കൾക്ക് അവിടെ കളിക്കാമല്ലോ എന്ന് വെച്ച് പോയിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണിറങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതവളെ സെക്കൻഡ് സാരിയാണ് കേട്ടോ. അതായത് പുടവ കൊടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉടുത്തിട്ട് വേണം അവർക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് ആർക്കും കണ്ടെടുക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് കേട്ടോ. പെണ്ണ് ഇറങ്ങാൻ പോവുകയാണേ. അപ്പോൾ അവളവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കെട്ടിക്കുന്നത്. പക്ഷേ എത്ര അടുത്താണെന്ന് കൊണ്ടും കാര്യമില്ലല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റേതായ വിഷമം ഉണ്ടാവും കേട്ടോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ ഈ ഒരു വിഷമം. അപ്പോൾ അവളവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കല്യാണമൊക്കെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.